കോഴിക്കോട് ചേവായൂരിൽ ജീവനൊടുക്കാൻ ശ്രമിച്ച വിദ്യാർത്ഥിനി മരിച്ചു. ചേവായൂർ സ്വദേശി റിൻഷ പവാറാണ് മരിച്ചത്. വാർത്തയുടെ വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് ഇത്തരത്തിൽ വിദ്യാർത്ഥി ജീവനൊടുക്കാനുള്ള ഒരു ശ്രമത്തിന് പിന്നിൽ? വിവരങ്ങൾ. ജനുവരി 15 വൈകിട്ടാണ് ഈ വിദ്യാർത്ഥിനി ജീവനൊടുക്കാൻ ശ്രമിച്ചത്. അന്ന് സ്കൂൾ വിട്ട് വരാൻ വൈകിയിരുന്നു. അതേ തുടർന്ന് ഉമ്മ ഈ റിൻഷയെ വഴക്ക് പറഞ്ഞിരുന്നു. തുടർന്നാണ് പർവാനാണ്, റിൻഷ പവാറല്ല, റിൻഷ പർവാൻ ആണ് മരിച്ചത്. റിൻഷ പർവാൻ പിന്നീട് വീടിന്റെ ബെഡ്റൂമിൽ കയറി വാതിലടിച്ച് ഷീറ്റിൽ കെട്ടിത്തൂങ്ങുകയായിരുന്നു. അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഈ വിദ്യാർത്ഥിനി. അതായത് GDT വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1ാം വർഷ വിദ്യാർത്ഥിനിയാണ്, +1 വിദ്യാർത്ഥിനിയാണ് ഈ കുട്ടി. ആ കുട്ടിയാണ് അല്പം മുൻപ് മരണത്തിന് കീഴടങ്ങിയത്. വളരെയധികം ദാരുണമായ ഒരു സംഭവം, എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു സംഭവം. അതായത് സ്വന്തം മാതാവ് ഒന്ന് വരാൻ വൈകിയതിന്റെ പേരിൽ ചെറുതായി ഒന്ന് വഴക്ക് പറഞ്ഞു. അതിൽ മനം നൊന്ത് ആ കുട്ടി ജീവനെടുക്കാൻ ശ്രമിച്ചു. ദിവസങ്ങൾക്കിപ്പുറം ആ കുട്ടി മരണത്തിന് കീഴടങ്ങുന്നു എന്ന വേദനാജനകമായ ഒരു വാർത്തയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവെക്കേണ്ടി വരുന്നത്. ശരി റിയാസ്.